വചനമൊഴി ജനുവരി 11. വചനഭാഗം റോമ 9:30-33, യോഹന്നാന്റെ സുവിശേഷം 10:31-39. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യഹൂദർ ഈശോയെ എറിയാൻ വീണ്ടും കല്ലുകൾ എടുത്തു. അവൻ അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ അവനോട് പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തി മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദനഹകാലം മിശിഹ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവിക രഹസ്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോ മിശിഹയുടെ ദൈവത്വം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്ന സംഭവമാണ്. ഈശോ മിശിഹ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ യഹൂദർ അവനെ കല്ലെറിയുവാനും വധിക്കാനും ശ്രമിക്കുന്നു. എന്നാൽ തിരുവചനം പറയുമ്പോൾ ഈശോ തന്നെ വളരെ വ്യക്തമായി തന്റെ ദൈവപുത്രസ്ഥാനം യഹൂദന്മാരുടെ മുൻപിൽ പ്രഖ്യാപിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. ആധുനിക ലോകത്ത് ചിലർ പറയുന്നുണ്ട്, ഈശോ മിശിഹ താൻ ദൈവമാണെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വ്യക്തമായി കാണുന്നു, ഈശോ പറയുന്നു, താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്തിന് എന്നെ കല്ലെറിയുന്നു? ഈശോ പറയുന്നു, നിങ്ങൾ എന്റെ പ്രവൃത്തികൾ മൂലം എന്നിൽ വിശ്വസിക്കുവിൻ. ഈശോ ചെയ്ത പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികളായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്റെ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ പൂർണ്ണമായ അറിവ് ഈശോയിലൂടെ നമുക്ക് ലഭിച്ചു. ആ സുവിശേഷത്തെ അനുദിനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.